ലാസ്റ്റ് പേപ്പറത്തൊക്കെ ക്ലിയർ തന്നെയല്ലേ? നമ്മൾ മുന്നേ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തതൊക്കെ ഓക്കെ മാം. ഓ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ബാക്കി 10 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഫസ്റ്റ് വണ് ഇന്റൻസിഫൈങ് സ്ക്രീനിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പൊ ഇന്റൻസിഫൈങ് സ്ക്രീൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മെയിൻ ഫംഗ്ഷൻ എന്താ? നമ്മളെ കാസറ്റിൽ യൂസ് ചെയ്യുന്നല്ലോ. കാസറ്റിനകത്ത് വരുന്നതാണ് ഇന്റൻസിഫൈങ് സ്ക്രീനും ഫിലിമും. അപ്പൊ ഇന്റൻസിഫൈങ് സ്ക്രീൻ ആണ് എക്സ്റേ. ഇപ്പൊ പേഷ്യന്റിനെ പെനിട്രേറ്റ് ചെയ്ത് വരുന്ന എക്സ്റേ ഉണ്ടല്ലോ, ആ എക്സ്റേനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് ഇന്റൻസിഫൈങ് സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ലൈറ്റ് ആണ് പിന്നീട് ഫിലിമിൽ പോയിട്ട് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പാർട്സ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇന്റൻസിഫൈങ് സ്ക്രീനിന് മെയിൻലി 4 പാർട്സാണ് വരുന്നത്. താഴേന്ന് വരുമ്പോൾ ബേസ്, പിന്നെ ഒരു റിഫ്ലക്റ്റിംഗ് ലെയർ, ഫോസ്ഫർ, ടോപ്പ് കോട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 പാർട്സ് ഉണ്ട്. ബേസ് ആണ് നല്ലോണം തിക്നെസ് ഉള്ളത് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിക്ചർ നിർബന്ധമായിട്ടും വരയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാ 10 മാർക്ക് ക്വസ്റ്റ്യനിലും മാക്സിമം പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇനി ഓരോന്നിന്റെ ഫംഗ്ഷൻ നോക്കാം. ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത് പോളിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. 1 millimeter തിക്ക് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ വീടിന് തറയിടില്ലേ, അപ്പൊ തറയാണ് ബേസ്. അതേപോലെ തന്നെ ഇന്റൻസിഫൈങ് സ്ക്രീനിന്റെ ഒരു തറയാണ് ബേസ് എന്ന് പറയുന്നത്. സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മെക്കാനിക്കൽ സപ്പോർട്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം ഈ ഫോസ്ഫർ ആണ്. ഫോസ്ഫർ ആണ് എക്സ്റേനെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ലേയേഴ്സ് ആണ്. ഓക്കെ, ഇനി ബേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കണം ബേസ് മോയ്സ്ചർ ഫ്രീ ആയിരിക്കണം, റേഡിയേഷൻ റെസിസ്റ്റന്റ് ആയിരിക്കണം, കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. അതായത് കെമിക്കലി ഇനേർട്ട് എന്ന് പറഞ്ഞാൽ ഇതില് കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കാൻ പാടില്ല. അതേപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതും കൂടെ നോട്ട് ചെയ്യും. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ബേസിന്റെ ഫീച്ചേഴ്സ്. ഇനി റിഫ്ലക്റ്റിംഗ് ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത് ടൈറ്റാനിയം ഡയോക്സൈഡ്, TiO2. ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ്, MgO. ഓക്കെ, ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 മൈക്രോമീറ്റർ ആണ്. അപ്പൊ ഇതിനേക്കാൾ എത്രയോ ചെറുതാണ്. ഇത് മില്ലിമീറ്ററിലാണ് നമ്മൾ പറഞ്ഞത്, ഇത് മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 25 മൈക്രോമീറ്റർ തിക്കാണ്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്റൻസിഫൈങ് സ്ക്രീനിൽ ലൈറ്റിനെ ഫോസ്ഫറിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാന്നുള്ളതാണ് ഈ റിഫ്ലക്റ്റിംഗ് ലെയറിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഇന്റൻസിഫൈങ് സ്ക്രീനിന്റെ എഫിഷ്യൻസി ഡബിൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനിയാണ് നമ്മുടെ മെയിൻ കോൺസ്റ്റിറ്റ്വന്റ് ഫോസ്ഫർ. ഓക്കെ, ഫോസ്ഫർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽസ് ആണ്, ഇൻഓർഗാനിക് സോൾട്ട് ക്രിസ്റ്റൽ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റേ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുക. എക്സ്റേ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണ്. ആ എനർജീനെ നമ്മൾ ലൈറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യാനാണ് ഫോസ്ഫർ യൂസ് ചെയ്യുന്നത്. ഇനി ഫോസ്ഫറിന്റെ തിക്നെസ്സും നമ്മൾ മൈക്രോമീറ്ററിലാണ് പറയാം, 50 to 300 മൈക്രോമീറ്റർ. അപ്പോൾ ഈ റിഫ്ലക്റ്റിംഗ് ലെയറിനേക്കാൾ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ട് ഫോസ്ഫറിന്, അല്ലെ? ഇത് 25 ആണെങ്കിൽ ഇത് 50, ഒരു ഡബിൾ തിക്നെസ് വരുന്നുണ്ട്. ഓക്കെ, ഈ മൈക്രോമീറ്റർ മില്ലിമീറ്റർ ഒക്കെ എന്താന്ന് ക്ലിയർ ആണോ? അതായത് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ദൂരം എത്രയല്ല പറയാ, മീറ്ററിൽ പറയും അല്ലെ? ഇപ്പൊ നമ്മൾക്ക് എവിടേക്കെങ്കിലും പോവാനൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ, ഇപ്പൊ ഒരു 500 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു ദൂരമാണ്. അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാലും നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരമാണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് മീറ്റർ. ഇനി 100 മീറ്റർ ആണ്, 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെ? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പൊ നമുക്ക് 1 കിലോമീറ്ററിന് 1000 മീറ്റർ എന്ന് പറയുന്നതിനേക്കാൾ സുഖമായിട്ട് 1 കിലോമീറ്റർ എന്ന് പറയാം ഈ 1000 മീറ്ററിന്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് 10⁻³ എന്ന് എഴുതാം. 3 പൂജ്യം അല്ലേ ഉള്ളത്. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ. അപ്പൊ കിലോന്റെ അർത്ഥം 10⁻³. ഇനി നമ്മൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള തിക്നെസ് ഒക്കെ ഉണ്ടല്ലോ, മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ തിരിച്ചിട്ട് 1/1000, 1 മീറ്ററിനെ 1000 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ വരിക അത്രയും ചെറുതാണ് 1 മില്ലിമീറ്റർ. ഓക്കെ, അപ്പൊ 1/1000 അല്ലെങ്കിൽ 10⁻³ ആണ് മില്ലിമീറ്റർ. ഓക്കെ,
മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാലോ അതിന്റെയും ചെറുതാണ്. 1/6 zeros വരും, അല്ലെങ്കിൽ 10⁻⁻6 എന്ന് എഴുതാം. അപ്പൊ അത് എത്രത്തോളം ചെറുതായിരിക്കും? ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, അപ്പൊ അതാണ് മൈക്രോമീറ്റർ. അപ്പൊ അത്രയും ചെറിയ തിക്നെസ് ആണ് ഈ റിഫ്ലക്റ്റീവ് ലെയറിനും അതേപോലെ തന്നെ നമ്മുടെ ഫോസ്ഫർ ലെയറിനും ഒക്കെ വരുന്നത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസ്ഫേഴ്സ് കാൽഷ്യം ടങ്സ്റ്റേറ്റ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. കാൽഷ്യം ടങ്സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം ടങ്സ്റ്റേറ്റിന് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന്റെ എലമെന്റ് ഇപ്പൊ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളത്തിന് നമ്മൾ H2O എന്ന് എഴുതൂലേ, അതേപോലെ കാൽഷ്യം ടങ്സ്റ്റേറ്റിന് എഴുതുകയാണെങ്കിൽ Ca, ടങ്സ്റ്റന്റെ ലെറ്റർ ആണ് W, CaWO4. ഓക്കെ, കാൽഷ്യം ടങ്സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വേറെ യൂസ് ചെയ്യുന്നത് സിങ്ക് കാഡ്മിയം സൾഫൈഡ്, സിങ്ക് കാഡ്മിയം സൾഫൈഡ്, പിന്നെ സീഷ്യം അയഡൈഡ്. സീഷ്യം അയഡൈഡ് ഫോസ്ഫർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളെ ഇമേജ് ഇന്റൻസിഫയറിൽ യൂസ് ചെയ്യുന്ന ഫോസ്ഫർ അല്ലേ സീഷ്യം അയഡൈഡ്? അപ്പൊ സീഷ്യം അയഡൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബേരിയം സ്ട്രോൺഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യാം. ഇത് ഓർമ്മയില്ലെങ്കിലും ഇത് മൂന്നെണ്ണം ഓർത്ത് വെക്കണം കേട്ടോ. ഇത് മൂന്നാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്: കാൽഷ്യം ടങ്സ്റ്റേറ്റ്, സിങ്ക് കാഡ്മിയം സൾഫൈഡ്, സീഷ്യം അയഡൈഡ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എലമെന്റ്സ് മാത്രം യൂസ് ചെയ്യുന്നത്? വേറെ ഒന്നും എന്താ യൂസ് ചെയ്യാത്തെ? കാരണം നമുക്ക് ഈ ഒരു എക്സ്റേനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ എലമെന്റിന് നല്ല ഹൈ അറ്റോമിക് നമ്പർ ഉണ്ടായിരിക്കണം. ഇപ്പൊ സീഷ്യം എന്ന് പറയുന്നത് വലിയ അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ് ആണ്. സീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 84 അങ്ങനെ എന്തോ ആണ് വരുന്നത്. വലിയ 55 ആണ് സീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ അതൊരു ഹെവി എലമെന്റ് ആണ്. അതേപോലെ തന്നെ ടങ്സ്റ്റന്റെ അറ്റോമിക് നമ്പർ നോക്കുകയാണെങ്കിലോ ടങ്സ്റ്റൺ 74 ആണ്. ഓക്കെ, കാൽഷ്യം ടങ്സ്റ്റേറ്റിലെ ടങ്സ്റ്റൺ 74 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ എലമെന്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ. അതേപോലെ വേറെന്താ വേണ്ടത്? ഹൈ കൺവേർഷൻ എഫിഷ്യൻസി. ഹൈ കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എക്സ്റേനെ ലൈറ്റ് ആക്കുന്ന ഒരു കൺവേർഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. കുറച്ച് എമൗണ്ട് മാത്രമേ കൺവേർട്ട് ചെയ്താൽ പോരാ, നന്നായിട്ട് എല്ലാം കൺവേർട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ സ്പെക്ട്രൽ മാച്ചിങ് വേണം. ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജീന്റെ ആ ഒരു എനർജി റേഞ്ചിന്റെ മാച്ചിങ് വേണം. ദെൻ മിനിമൽ ആഫ്റ്റർ ഗ്ലോ. മിനിമൽ ആഫ്റ്റർ ഗ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ, എക്സ്റേനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തു, അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ആ ഒരു ലൈറ്റ് അവിടെ നിൽക്കുന്നതിനാണ് ആഫ്റ്റർ ഗ്ലോ എന്ന് പറയുന്നത്. ഗ്ലോ, ഒരു വെളിച്ചം. ഓക്കെ, അപ്പൊ അത് ഒരുപാട് നേരം വെളിച്ചം വേണ്ട, മിനിമൽ ആഫ്റ്റർ ഗ്ലോ മതി. ഓക്കെ, പിന്നെ ഇപ്പൊ പുതുതായിട്ട് ലേറ്റസ്റ്റ് ഉള്ളതായിരുന്നു റെയർ എർത്ത് എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് താഴെ 2 റോ മാത്രം മാറ്റി നിർത്തിയിട്ട് ചെയ്യാറില്ലേ, അതാണ് റെയർ എർത്ത് എലമെന്റ്സ്. ലന്താനം, ആക്ടീനിയം, അങ്ങനെ കുറച്ച് എലമെന്റ്സ് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ഇതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇതിലെ സ്പീഡ് ഇൻക്രീസ് ആവുന്ന പറയാം. അപ്പൊ അതുകൊണ്ട് റെയർ എർത്ത് ഫോസ്ഫേഴ്സ് ആണ് ഏറ്റവും ലാസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിലുള്ളതാണ് ഗഡോലീനിയം ഓക്സിസൾഫൈഡ്, ലന്താനം ഓക്സിസൾഫൈഡ്, ലന്താനം ഓക്സിബ്രോമൈഡ്, ഇട്രിയം ടാൻഡലേറ്റ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം നല്ല ഹൈ സ്പീഡ് ആണ് ഇവർക്ക്. ഓക്കെ, ഈ ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ഇന്റൻസിഫൈങ് സ്ക്രീനിന്റെ സ്പീഡ് ഇൻക്രീസ്ഡ് ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബെറ്റർ അബ്സോർപ്ഷനും ഉണ്ടാവും, പേഷ്യന്റ് ഡോസും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫോസ്ഫർ ലെയർ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഫോസ്ഫർ ലെയറിനെ പറ്റി പറഞ്ഞേ? ഫോസ്ഫർ ലെയർ ആണ് ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ പറയണം. എക്സ്റേനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഫോസ്ഫർ ലെയർ. പിന്നെ അതിന്റെ തിക്നെസ് എത്ര വരും? ഫോസ്ഫറിന്റെ തിക്നെസ് ഒരു 50 മൈക്രോമീറ്റർ മുതൽ 300 മൈക്രോമീറ്റർ വരെ വരും. അപ്പോൾ അത് പറയാ. ദെൻ പിന്നീട് നമ്മൾ എന്താ പറയേണ്ടത്? ഇത് ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെ എലമെന്റ്സ് യൂസ് ചെയ്യുന്നതെന്ന്. എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? സിങ്ക് കാഡ്മിയം സൾഫേറ്റ്, ദെൻ കാൽഷ്യം ടങ്സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സീഷ്യം അയഡൈഡും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം ഇതിനൊക്കെ ഹൈ അറ്റോമിക് നമ്പർ ആണ്, പിന്നെ നന്നായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സ്റേനെ ലൈറ്റ് ആക്കാനുള്ള എഫിഷ്യൻസി ഹയർ ആണ്.
ആഫ്റ്റർ ഗ്ലോ വളരെ കുറവാണ്. റീസെന്റ് കണ്ടെത്തിയതാണ് റെയർ എർത്ത് ഫോസ്ഫേഴ്സ്. അതിൽ വരുന്നതാണ് ഗഡോലീനിയം ഓക്സിസൾഫൈഡ്, ലന്താനം ഓക്സിസൾഫൈഡ്, ലന്താനം ഓക്സിബ്രോമൈഡ്. ഓക്കെ, അത് യൂസ് ചെയ്യാനുള്ള കാരണം നല്ല സ്പീഡ് ആയതുകൊണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ലെയറിലേക്ക് നോക്കാം. ഏറ്റവും പുറമേ ഉള്ള ലെയർ ആണ് കോട്ടിങ്, പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. അത് എന്തിനു വേണ്ടിയിട്ടാകും? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസ്പെറന്റ് ടു ലൈറ്റ് ആണ്, ഫേസിങ് ദ എക്സ്റേ ഫിലിം. അപ്പോൾ ഇത് ലൈറ്റിന് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, എന്നാലല്ലേ ലൈറ്റ് ഇന്റൻസിഫൈങ് സ്ക്രീനിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫിലിമിൽ എത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ലൈറ്റിനെ കടത്തി വിടണം. റെസിസ്റ്റന്റ് ടു അബ്രേഷൻ ആൻഡ് ഡാമേജ്, ഡാമേജ് ആവാണ്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. Then prevents static electricity and provides a cleaning surface. നമുക്ക് ക്ലീൻ ചെയ്യാൻ നമ്മൾ പുറമേന്ന് ടച്ച് ചെയ്യുമ്പോൾ തൊടുന്ന സാധനം ഉണ്ടല്ലോ, ഇന്റൻസിഫൈങ് സ്ക്രീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടച്ച് ചെയ്യുന്നത് ഈ കോട്ടിങ്ങിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാം, വൈപ്പ് ചെയ്യാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉള്ളിൽ പോവാണ്ട് നോക്കുന്നുണ്ട്. പിന്നെ അതിന്റെ തിക്നെസ് എത്രയാണ്? ഇതിനേക്കാൾ ചെറുതാണ്. ഈ TiO2 റിഫ്ലക്റ്റിംഗ് ലെയറിന് നമ്മൾ 25 മൈക്രോമീറ്റർ പറഞ്ഞത്, അതിനേക്കാൾ ചെറുതാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റൻസിഫൈങ് സ്ക്രീൻ. ഓക്കെ, അപ്പൊ ബേസിന്റെ തിക്നെസ് 1 മില്ലിമീറ്റർ ആണ്. റിഫ്ലക്റ്റിംഗ് ലെയറിന്റെയും ഇത് ബാക്കിയുള്ളതിന്റെ ഒക്കെ തിക്നെസ് നമ്മൾ മൈക്രോമീറ്ററിലാണ് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് ലെയർ 25 മൈക്രോമീറ്റർ, ഫോസ്ഫർ ലെയർ 25 മുതൽ 300 മൈക്രോമീറ്റർ, ടോപ്പ് കോട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് വെറും 20 മൈക്രോമീറ്റർ. ഓക്കെ, ശരി. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇന്റൻസിഫൈങ് സ്ക്രീന് കേടുവരാണ്ട് സൂക്ഷിക്കേണ്ടത്? അപ്പൊ അതാണ് കെയർ ആൻഡ് മെയിൻ്റെനൻസ്. അപ്പൊ സ്ക്രീന് നമ്മൾ എപ്പോഴും നല്ല കെയറോട് കൂടിയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് ഡാമേജും അബ്രേഷൻസ് ഒക്കെ, അബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് മാർക്ക് ഒക്കെ വരില്ലേ, അപ്പൊ അതൊക്കെ വരും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ ഹാൻഡ്ലിംഗ് എന്നുള്ളതാണ്. എനി ഫോറിൻ മെറ്റീരിയൽ ഓൺ ദ സ്ക്രീൻ സച്ച് ആസ് പേപ്പർ, ബ്ലഡ്, സ്ക്രാച്ചസ്, ഹെയർ, ഡസ്റ്റ് സ്റ്റെയിൻസ് will block the light photons and produce an area of underexposure leading to artifact and image degradation. അതായത് ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഒരു ഫോറിൻ മെറ്റീരിയൽ, അതിപ്പോ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിളോ സ്ക്രാച്ചോ അല്ലെങ്കിൽ ചെറിയ ഹെയർ സ്ട്രാൻഡ് ആയതോ അല്ലെങ്കിൽ പേപ്പറോ സ്റ്റെയിനോ എന്തുണ്ടെങ്കിലും അത് ഇമേജ് ക്വാളിറ്റിനെ ബാധിക്കും. ഓക്കെ, അണ്ടർ എക്സ്പോഷർ കോസ് ചെയ്യും, ആർട്ടിഫാക്റ്റ് ആയിട്ട് കാണും, ഇമേജ് ഡീഗ്രേഡ് ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. ഇനി നമ്മൾ സ്ക്രീനിന്റെ അകത്തേക്ക് ഫിലിം ഇടുമല്ലോ, ഫിലിം ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. കാരണം ഫിലിമിന്റെ എൻഡ് എന്താണ്, നല്ലോണം ഷാർപ്പ് ആയിരിക്കും. അപ്പൊ അത് സ്ക്രീനിൽ സ്ക്രാച്ച് മാർക്ക് വീഴാണ്ട് നോക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫിലിം എപ്പോഴും ഉള്ളിലേക്ക് ഇടുമ്പോഴും അതേപോലെ റിമൂവ് ചെയ്യുമ്പോഴൊക്കെ കാസറ്റ് ടിൽറ്റ് ചെയ്തിട്ട് വേണം ഫിലിം പുറത്തേക്ക് എടുക്കാൻ. ഓക്കെ, then cassette should not be kept open in the dark room. ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി തുറന്നു വെക്കരുത്, കാസറ്റ് തുറന്നു വെക്കരുത്. കാസറ്റ് അടച്ചു വെക്കുക, ഫിലിം എടുത്തു കഴിഞ്ഞാൽ അടച്ചു വെക്കാം. പിന്നെ പീരിയോഡിക്കലി, അതായത് എല്ലാ മാസവും എന്ത് ചെയ്യണം, സ്ക്രീൻ ഒന്ന് വൈപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ വൈപ്പിങ്ങിന് ശേഷം റിൻസിങ് ആൻഡ് ഡ്രൈയിങ് കൂടി ചെയ്യണം. ദെൻ ഫിലിം സ്ക്രീൻ ഷുഡ് ഹാവ് ഗുഡ്, അതായത് ഫിലിമും സ്ക്രീനും ഇന്റൻസിഫൈങ് ഫിലിമും അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയായിരുന്നു? ഒരു ഇന്റൻസിഫൈങ് സ്ക്രീന്, ഇടയിൽ ഫിലിം, വീണ്ടും ഒരു സ്ക്രീൻ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോ ഈ വരച്ച പോലെ ആവരുത്, മൂന്നും ഒറ്റ അടുപ്പിച്ചായിരിക്കണം. ഓക്കെ, നല്ല കോണ്ടാക്റ്റിൽ വെക്കണം, അല്ലെങ്കിൽ ഇമേജിന് റെസൊല്യൂഷന് ബാധിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ QA ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അത് QA ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് വയർ മെഷ് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കും പ്രോപ്പർ കോണ്ടാക്ട് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇന്റൻസിഫൈങ് സ്ക്രീൻ ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് അതിന്റെ പാർട്സ്, എന്താണ് അതിൽ നടക്കുന്നതെന്നുള്ളത്? ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, സെൻസിറ്റോമെട്രിക് കർവ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കർവ് അല്ലെങ്കിൽ ലോഗ് എക്സ്പോഷർ ആൻഡ് ഡെൻസിറ്റി കർവ്, അങ്ങനെ ഇതിന് ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. അപ്പൊ ഇതിന്റെ വേറെ പേരുകളാണ്, സെൻസിറ്റോമെട്രിക് കർവിന്റെ വേറെ പേരാണ് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയും. പൊതുവെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്നാണ് പറയാം, അല്ലെങ്കിൽ H&D കർവ് എന്ന് പറയും. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് ഹഡ്സൺ ആൻഡ് ഡ്രിറ്റൺ, രണ്ടുപേര്.
അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എച്ച് ആൻഡ് ഡി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം എന്ന് നോക്കാം. ഒരു ഗ്രാഫ് ആണ് ആക്ച്വലി. എന്തിന്റെ ഗ്രാഫാണ്? ആ എക്സ്റേന്റെ എക്സ്പോഷറും ഡെൻസിറ്റിയും. എക്സ് ആക്സിസിൽ എക്സ്പോഷറും വൈ ആക്സിസിൽ ഡെൻസിറ്റിയും. ഓക്കെ, എക്സ്പോഷർ ഡെൻസിറ്റി കർവ് എന്നും പറയാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ സെൻസിറ്റോമെട്രിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ബിറ്റ്വീൻ എക്സ്പോഷർ ഓഫ് എ ഫോട്ടോഗ്രാഫിക് ഫിലിം or imaging plate and the resulting optical density. നമ്മൾ കൊടുക്കുന്ന എക്സ്പോഷറിന് ഇമേജിൽ കാണുന്ന ഡെൻസിറ്റി എന്താണോ അതാണ് ഈ ഒരു ഗ്രാഫ് തരുന്നത്. അപ്പൊ ഈ ഗ്രാഫ് കണ്ടാലാണ് നമുക്ക് ആ ഇമേജിന്റെ ക്വാളിറ്റി മനസ്സിലാവുക. ഓക്കെ, ഇനി ഈ ഗ്രാഫിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ആക്സിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ് ആക്സിസിൽ എക്സ്പോഷറും വൈ ആക്സിസിൽ ഡെൻസിറ്റിയും. ഇതിനൊരു സിഗ്മോയിഡ് ഷേപ്പ് ആണ്. സിഗ്മോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു എസ് ഷേപ്പ്, ചെറുതായിട്ടൊരു എസ് ഷേപ്പ് തോന്നുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ എസ് ഷേപ്പിന്റെ താഴെ ഭാഗത്തിന് നമ്മൾ ടോ എന്ന് പറയും. നമ്മളെ കാലിന്റെ ടോ ഇല്ല, അതേപോലെ മുകൾ ഭാഗത്തിന് നമ്മൾ ഷോൾഡർ എന്നും പറയും. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന ഇമേജ് ആണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവുക. ടോയിലുള്ളതൊക്കെ അണ്ടർ എക്സ്പോഷറും ഷോൾഡറിലുള്ളതൊക്കെ ഓവർ എക്സ്പോസ്ഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഇമേജ് നമുക്ക് ഇതാണ് ഒരു ഒപ്റ്റിമം. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ കുറവും ഈ ടോയും ഷോൾഡറും കൂടുതലാണെങ്കിൽ അപ്പൊ അതിൽ നല്ല ഇമേജ് ക്വാളിറ്റി ഇല്ലാന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഗ്രാഫ് നോക്കിയിട്ട് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇതിലെ ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ടോ ആണ് ലോ എക്സ്പോഷർ റീജിയൻ അല്ലെങ്കിൽ അണ്ടർ എക്സ്പോഷർ, ഷോൾഡർ ആണ് ഹയർ എക്സ്പോഷർ. ഇനി ബേസ് പ്ലസ് ഫ്ലോഗ്, അതായത് ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നല്ലല്ലോ, സീറോയിൽ നല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇടയിലുള്ള ഈ ഒരു ചെറിയ പോർഷൻ 0.25 ഡെൻസിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി എന്ന് പറയും. അതായത് ഇവിടെ ഫിലിം ബ്ലാക്കനിങ് ആണ്, റേഡിയേഷൻ എക്സ്പോഷർ ഇല്ലാണ്ട് തന്നെ ഇവിടെ ഫിലിം ബ്ലാക്കനിങ് നടക്കുന്നതാണ് ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അവിടെ ഇമേജ് ഇല്ല. ഓക്കെ, ഇനി മാക്സിമം ഫിലിമിന്റെ ഡെൻസിറ്റി ഈ ഗ്രാഫിൽ നോക്കൂ. മാക്സിമം നമുക്ക് 3 വരെ പോവുള്ളൂ. ഇതിന് മുകളിലേക്ക് ഗ്രാഫ് പൊങ്ങില്ല. ഇവിടെ നിന്ന് സ്റ്റേബിൾ ആയിരിക്കും, ഒരേ ലൈൻ ആയിരിക്കും. ഓക്കെ, 2.5 to 3 ഡെൻസിറ്റി യൂണിറ്റ്സ് വരെയാണ് മാക്സിമം ഫിലിം ഡെൻസിറ്റി പോവുക. ഇനി സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ആണ് ഐഡിയൽ എക്സ്പോഷർ റേഞ്ച്. നമുക്ക് നല്ല ഇമേജ് കിട്ടാനുള്ള ഈ ഒരു റേഞ്ചിൽ എടുക്കുന്നതാണ്, ഈ റേഞ്ചിൽ ഡെൻസിറ്റിയും എക്സ്പോഷറും കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അത് കണ്ടെത്താൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആവറേജ് ഗ്രേഡിയന്റ് കണ്ടെത്താൻ. അപ്പൊ ഇതാണ് ആ കോൺട്രാസ്റ്റ് മെഷർ ചെയ്യുന്നത്, ആവറേജ് ഗ്രേഡിയന്റ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ d2 minus d1 by log e2 minus log e1. അതായത് ഒന്നുമില്ല, നമ്മൾ ചെറിയ 10th ക്ലാസ്സിലൊക്കെ നമ്മൾ സ്ലോപ്പ് കണ്ടെത്താൻ പഠിക്കാറില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? ഒരു ഗ്രാഫ് തന്നിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടെത്താൻ പറയും. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ തരും. അതൊരു ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ലൈന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പെസിഫിക് മാർക്ക് ഇട്ടിട്ടുണ്ടാകും, ഇത്ര 2 മാർക്ക് ഇട്ടിട്ടുണ്ടാകും. എന്നിട്ട് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ്, എത്ര ഡിഗ്രിയാ ചെരിവ്, അല്ലെങ്കിൽ ആ ഒരു ചെരിവ് കണ്ടെത്താൻ ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ ഈ 2 പോയിന്റിലുള്ള ആദ്യം ഈ 2 പോയിന്റിന് നമുക്ക് എന്ത് കൊടുക്കാം, y1 y ആക്സിസിലെ ഒരു പോയിന്റ്, y ആക്സിസിലെ രണ്ടാമത്തെ പോയിന്റ്. അതേപോലെ തന്നെ ഈ പോയിന്റിനെ നമുക്ക് എക്സ് ആക്സിസിലും എടുത്തൂടെ? അപ്പൊ എക്സ് ആക്സിസിലെ ഒരു പോയിന്റ്, പിന്നെ ഈ പോയിന്റിനെ നമുക്ക് എക്സ് ആക്സിസിലെ രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി, y1 മൈനസ് y2 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ സ്ലോപ്പ് കിട്ടും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ y ആക്സിസിൽ എന്താ ഉള്ളത്, d2 ആണ്. അപ്പൊ d2 മൈനസ് y ആക്സിസിൽ ഏതാ പോയിന്റ്, d1. അപ്പൊ d2 മൈനസ് d1 ബൈ ഇവിടെ x ആക്സിസിൽ ഈ പോയിന്റ് ഏതാ, e2. അതായത് നമ്മൾ ലോഗ് ആണ് എടുക്കുന്നത്, എക്സ്പോഷറിന്റെ ലോഗ് ആണ്. അപ്പൊ ലോഗ് to the base 10 e2 minus e1.
ഓക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് ഇതെടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ആ വാല്യൂ കൊടുത്താൽ നമുക്ക് നല്ല ഇമേജ്, നല്ല ക്വാളിറ്റി ഇമേജ് കിട്ടും. ഓക്കെ. അപ്പൊ ഈ ഗ്രാഫ് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ ചിത്രം ഈ വരയ്ക്കണേ. ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയുമോ? ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി അല്ല ഓവർ ഏരിയ ബ്ലാക്കനിങ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞ ഫിലിമിന്റെ. ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ ഇമേജ് പതിയുന്നതിന് മുന്നേ ആ ഫിലിമിന് ഒരു ഡെൻസിറ്റി ഉണ്ടാകില്ലേ, അതാണ് ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി. ആ ഒരു ബേസ് ഡെൻസിറ്റി പ്ലസ് ചെറിയൊരു ഫോഗിങ് ഉണ്ടാവും, അതാണ് ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി. ഓക്കെ. ഓൾറെഡി ആ ഫിലിമിനുള്ള ഇതാണ്, ആ ഫിലിമിനുള്ള ഡെൻസിറ്റി ആണ് ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി. അതായത് ഓൾറെഡി അതിന് കുറച്ച് ബ്ലാക്കനിങ് ഉണ്ടാകുമല്ലോ, ഓൾറെഡി ഉള്ള ഇൻഹെറന്റ് ആയിട്ടുള്ള ബ്ലാക്കനിങ് ആണ് അതിന്റെ ഡെൻസിറ്റി. ഓക്കെ, ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി. ഓക്കെ, നമ്മൾ എക്സ്റേ എക്സ്പോസ് ചെയ്താലും ഇല്ലെങ്കിലും ഇത്ര ഉണ്ടാകും, ഡെൻസിറ്റി ഇത്ര ഉണ്ടാകും. ഒരു 0.1 ഡെൻസിറ്റി അല്ലെങ്കിൽ 0.2 ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടാകും. പിന്നെ നമ്മൾ എക്സ്റേ എക്സ്പോസ് ചെയ്യുന്നതിനനുസരിച്ച് അത് മാക്സിമം 3 വരെ പോകാം. ഓക്കെ. ഓക്കെ, അതാണ് ബേസ് പ്ലസ് ഫോഗ് ഡെൻസിറ്റി. ഓക്കെ. ഫിലിം ബ്ലാക്കനിങ് വിത്തൗട്ട് റേഡിയേഷൻ എക്സ്പോഷർ. എക്സ്റേ കൊടുത്തില്ലെങ്കിലും ഓൾറെഡി ഫിലിമിനുള്ള ഒരു ബ്ലാക്കനിങ്. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ സെൻസിറ്റോമെട്രിക് കർവ്, HND കർവ്, അല്ലെങ്കിൽ എക്സ്പോഷർ ഡെൻസിറ്റി കർവ്, ക്യാരക്ടറിസ്റ്റിക് കർവ്, അങ്ങനെ പറയാം. ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഓരോ ഫിലിമിനും ഇത് ഡിഫറെന്റ് ആയിരിക്കും, നമ്മൾ കൊടുക്കുന്ന എക്സ്പോഷറിന് അനുസരിച്ചിരിക്കും. ഓക്കെ. ഷേപ്പ് എസ് ഷേപ്പ് ആയിരിക്കും, പക്ഷെ ഞാൻ ഒന്ന് കാണിച്ചു തന്നില്ല, സ്ട്രേറ്റ് ലൈൻ കുറഞ്ഞിട്ട് ഇത് രണ്ടും കൂടുതലുള്ള രീതിയിൽ. അപ്പൊ ഇത് പല രീതിയിൽ മാറാം. ഓക്കെ. ആ ഫിലിമിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. നമ്മള് ഓരോന്നിനും ഇപ്പൊ ഒരാൾക്ക് എടുത്ത ഫിലിമിലുള്ള ക്യാരക്ടറിസ്റ്റിക് കർവ് ആവില്ല അടുത്ത ആൾക്ക് എടുത്ത ഫിലിമിലുള്ള ക്യാരക്ടറിസ്റ്റിക് കർവ്. ഓക്കെ. ഇനി സിൽവർ റിക്കവറി മെത്തേഡ്. സിൽവർ റിക്കവറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഫിലിമിന്റെ ഇമൾഷനിൽ സിൽവർ ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, സിൽവർ ഹാലൈഡ് എന്തായിട്ട് മാറുന്നുണ്ട്? Ag+ ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ Ag+ വീണ്ടും Ag ആയിട്ട് റെഡ്യൂസ് ആവുന്നുണ്ട്, മെറ്റാലിക് സിൽവർ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പൊ പക്ഷെ നമ്മളെ ഫിലിമില് അപ്പോ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് എക്സ്റേ എന്ന് പറയുന്ന ഫോർമേഷൻ, ആ ഒരു പ്രോസസ്സിൽ ഇപ്പോ നമ്മളൊരു പേഷ്യന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, ഫിലിം ഒക്കെ വെച്ചു, എക്സ്റേ എടുത്തു. ഓക്കെ. അപ്പൊ ഫിലിം സ്ക്രീൻ ടെക്നിക് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഫിലിമിനകത്ത് AgBr ക്രിസ്റ്റൽസ് ഉണ്ട്, അതായത് സിൽവർ ബ്രോമൈഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. ആ സിൽവർ ബ്രോമൈഡ് ക്രിസ്റ്റൽസ് ലൈറ്റ് തട്ടുമ്പോൾ എന്തായി മാറും? സിൽവർ അയോൺ ആയിട്ട് മാറും, Ag+ ആയിട്ട് മാറും. ഓക്കെ. എക്സ്റേ തട്ടി ഇത് Ag+ ആയി മാറും. ഇതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇതെന്തായിട്ട് മാറും? Ag ആയിട്ട് മാറും. എന്നിട്ട് നമ്മൾ ഫിലിം അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ഈ Ag ആ ഡെവലപ്പിംഗ് ഏജന്റിൽ തന്നെ കിടക്കല്ലേ. അപ്പൊ ഇത് സിൽവർ ആണ്. സിൽവർ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള എലമെന്റ് അല്ലേ, അപ്പൊ നമുക്കത് വെറുതെ കളയണ്ടല്ലോ, അത് റീകവർ ചെയ്തെടുത്താല് കൊമേഴ്ഷ്യലി യൂസ്ഫുൾ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയതാണ് സിൽവർ റിക്കവറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെ രീതിയിൽ സിൽവർ റീകവർ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രിയിൽ ഒരു 1/4 to 1/3 സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു 1/4 ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് റീകവർ ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ റീകവർ ചെയ്യാം. ഒന്ന് നമ്മുടെ ഫിക്സഡ് സൊല്യൂഷനിൽ കിടക്കുന്ന ഈ സിൽവർ ഇത് എടുക്കാം. പിന്നെ ഒന്ന് നമ്മൾ യൂസ് ചെയ്ത് പിന്നെ ഫിലിം ഇപ്പൊ ഡാമേജ് ആയ ഫിലിം അല്ലെങ്കിൽ നമുക്ക് വേണ്ട ക്വാളിറ്റീസ് കിട്ടാത്ത ഫിലിം, അപ്പൊ ഡിസ്കാർഡ് ചെയ്യാൻ പോകുന്ന ഫിലിം ഉണ്ടാകുമല്ലോ, ആ ഫിലിമിൽ നിന്നും റീകവർ ചെയ്യാം. ഓക്കെ. മോസ്റ്റ്ലി നമ്മൾ ഫിക്സഡ് സൊല്യൂഷൻ എന്നാണ് റീകവർ ചെയ്യുന്നത്. ഓക്കെ. അതിനകത്ത് ഫിക്സഡ് സൊല്യൂഷനിലാണ് സിൽവർ കോംപ്ലക്സ് ഉണ്ടാകുക. ഓക്കെ. അപ്പൊ അതെങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്.
3 രീതിയുണ്ട്. ഇലക്ട്രോളിസിസ് ഉണ്ട്, അതേപോലെ തന്നെ മെറ്റാലിക് റീപ്ലേസ്മെന്റ് ഉണ്ട്, കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കടത്തിയിട്ട്, അതായത് ഒരു കാഥോഡും ആനോഡും ഉണ്ടാവും. അപ്പൊ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമ്മളൊരു സൊല്യൂഷനിൽ ഇറക്കി വെക്കും. ഓക്കെ, ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഫിക്സർ സൊല്യൂഷൻ. ആ ഫിക്സർ സൊല്യൂഷൻ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഒരു കാഥോഡും ഉണ്ടാകും, ഒരു ആനോഡും ഉണ്ടാകും. കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡും, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡും. ഓക്കെ, അപ്പൊ ഈ കാഥോഡിലേക്ക് അട്രാക്ട് ആവും. അതായത് സിൽവർ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സിൽവർ ഉണ്ടല്ലോ, അതെന്തായിട്ട് ഇതിലേക്ക് അട്രാക്ട് ആവും, കാഥോഡിലേക്ക് നാച്ചുറലി അട്രാക്ട് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ ആ കാഥോഡിൽ നിന്ന് അതിനെടുക്കാം. ഓക്കെ, ഡെപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാകും. ഓക്കെ, ഇതാണ് മെയിൻ കൺസെപ്റ്റ്, ഇലക്ട്രോലൈസിസിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ സിൽവറിന്റെ പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ആകും. നമുക്ക് ഈ കാഥോഡ് ഇതിൽ നിന്ന് എടുത്താൽ ഈ സിൽവർ അയോൺസിന് അതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഈ പിക്ചർ വരയ്ക്കുക, പിക്ചർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവ് സൈഡ് ആനോഡ്, നെഗറ്റീവ് സൈഡ് കാഥോഡ്. ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ഫിക്സിംഗ് സൊല്യൂഷൻ ആണ്, ഫിക്സർ സൊല്യൂഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറെ കാറ്റയോൺ ആനയോൺ കൊടുത്തിട്ടുണ്ടോ മാം? കാറ്റോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള സിൽവർ അയോൺ, Ag+. നമ്മൾ ഫിക്സിംഗ് സൊല്യൂഷനിൽ ഇടുമ്പോഴേ ഇത് വീണ്ടും അതിനായിട്ട് യോജിക്കും. അപ്പോൾ Ag+ഉം പിന്നെ തയോസൾഫേറ്റ് മൈനസ് അയോൺസും ഉണ്ടാവും. അപ്പൊ തയോസൾഫേറ്റ് എന്ത് ചെയ്യും, മൈനസ് അയോൺസ് പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിൽ പോയിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. പോസിറ്റീവ് ആയിട്ടുള്ള സിൽവർ അയോൺ Ag+ കാഥോഡിലും വന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഓക്കെ, കുറച്ചൊരു കെമിസ്ട്രി ആണ്, എന്നാലും സിമ്പിൾ കെമിസ്ട്രി ആണ്. ഓക്കെ, ഈ ഒരു ഒന്നും ഇനി ഓർമ്മ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പിക്ചർ വരച്ചു വെക്കുക, പിക്ചറിലുള്ള സാധനങ്ങളും വരച്ചു വെക്കുക. ഇതിലെ സൊല്യൂഷൻ എന്താണ്, ഫിക്സർ സൊല്യൂഷൻ ആണ്. ഫിക്സർ സൊല്യൂഷൻ ആണല്ലോ ഈ Agനെ റിമൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ സൊല്യൂഷനകത്താണ് സിൽവർ ഉണ്ടാകുക. അപ്പൊ അത് എന്ത് ചെയ്യും, സിൽവറിന്റെ പോസിറ്റീവ്, അത് ഈ ഫിക്സർ സൊല്യൂഷനകത്തുള്ള കെമിക്കൽസും ആയിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആയിട്ട് നിൽക്കും. അപ്പൊ പോസിറ്റീവ് സിൽവർ അയോൺ കാഥോഡിൽ പോയിട്ട് ഒട്ടും, കാരണം കാഥോഡ് നെഗറ്റീവ് ആണല്ലോ, ഓപ്പോസിറ്റ് ചാർജ് അല്ലേ അട്രാക്റ്റീവ് ആ. പിന്നെ അതിലുണ്ടാവുന്ന തയോസൾഫേറ്റ് ആയിട്ടാണ് യോജിക്കുന്നത്. അപ്പൊ തയോസൾഫേറ്റ് എന്തായിട്ട് പോകും, നെഗറ്റീവ് അയോൺ ആയിട്ട് ഇപ്പുറത്തുള്ള ആനോഡിലും പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് മെറ്റാലിക് റീപ്ലേസ്മെന്റ് വഴിയും സിൽവറിനെ റീകവർ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഫിക്സറിൽ സിൽവറിന് പകരം വേറെ ഏതെങ്കിലും മെറ്റൽ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അയോണോ കോപ്പറോ സിങ്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ യൂസ് ചെയ്തിട്ട് സിൽവറിനെ റീപ്ലേസ് ചെയ്യാം ഫിക്സർ സൊല്യൂഷന്. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സിൽവറിനെ കിട്ടും. അതായത് ഇതിലെ ഫിക്സർ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ ഫിക്സർ സൊല്യൂഷനിലുള്ള എലമെന്റിനെ നമുക്ക് വേറെ എലമെന്റ് ആയിട്ട് റിമൂവ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതാണ് ഏറ്റവും ഇലക്ട്രോലൈസിസ് കഴിഞ്ഞാൽ പിന്നെ വൈഡ്ലി യൂസ് ചെയ്യുന്നത് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സറിലേക്ക് ഡയറക്റ്റ് കെമിക്കൽസ് ആഡ് ചെയ്യും. ആ കെമിക്കൽസ് എന്ത് ചെയ്യും, സിൽവറിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പണ്ട് കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നില്ലേ, സോൾട്ട് അനാലിസിസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് വേണ്ട എലമെന്റിനെ പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും കെമിക്കൽ ഇടും. അപ്പൊ ഇത് അതിന്റെ കൂടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ,
മെൻഷൻ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് നല്ല ഡീപ്പായിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇലക്ട്രോളിസിസ് നന്നായിട്ട് വിവരിച്ച് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. മെറ്റാലിക് റീപ്ലേസ്മെന്റ് ചെയ്യുക. അതായത് സിൽവറിന് എന്ത് ചെയ്യാണ് നമ്മള് വേറെ ഏതെങ്കിലും ഒരു മെറ്റലായിട്ട് റീപ്ലേസ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ ആണെങ്കിൽ ഇതിലേക്ക് കെമിക്കൽസ് ആഡ് ചെയ്യുക. അപ്പൊ അത് എന്താവും, സിൽവർ നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും കൊടുക്കാണ്ട് തന്നെ സ്വയം പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇനി ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ നിന്ന് എങ്ങനെ, ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഫിലിം ഡിസ്കാർഡ് ചെയ്യുമല്ലോ, അപ്പൊ അതിൽ നിന്ന് എങ്ങനെ സിൽവർ റിക്കവർ ചെയ്യാം, ഫിലിമിൽ നിന്ന് റിക്കവർ ചെയ്യാം. അപ്പൊ ഡെവലപ്പിങ്ങിനൊന്നും കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ ഡെവലപ്പിങ്ങിന് കൊണ്ടുപോയ ഫിലിം, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം? വാഷ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഈ ഫിലിമിനെ നമ്മൾ ഷ്രെഡിങ് ചെയ്യും, അതായത് പീസ് പീസ് ആക്കുക. ഓക്കെ, വലിയ ഒരു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വലിയൊരു ബാത്തിൽ അത് പ്ലേസ് ചെയ്യും. ഓക്കെ, ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, സയനൈഡ് സൊല്യൂഷൻ പോലെയുള്ളൊരു സൊല്യൂഷനിൽ നമ്മൾ ഇത് ഇടും, ഈ പീസസ് ഇടും, ഷ്രെഡ് ചെയ്തിട്ടുള്ള പീസസ് ഇടും. എന്നിട്ട് ഈ സയനൈഡ് എന്ത് ചെയ്യും, സിൽവറിനെ ഫിലിമിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഫിലിം വേറെയും സിൽവർ വേറെയുമായിട്ട് കിട്ടും, ലാസ്റ്റ് ഇലക്ട്രോളിസിസ് വഴി കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ 4 സ്റ്റെപ്പാണ് ഉള്ളത്. അതായത് വാഷ് എന്നാണ് 4 പോയിന്റ് ആണുള്ളത്. വാഷ് എന്നാണ് ഈ പ്രോസസ്സിന്റെ പേര്. ഇതിൽ ചെയ്യുന്നത് നമ്മൾ ഫിലിമിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് സയനൈഡ് സൊല്യൂഷനിൽ ഇട്ട് വെക്കും. വലിയ കണ്ടെയ്നർ സയനൈഡ് സൊല്യൂഷനിൽ ഇട്ട് വെക്കും. അപ്പൊ സയനൈഡ് എന്താ ചെയ്യുക, സിൽവറിനും ഫിലിമിനും വേറെ വേറെ ആക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈസി ആയില്ലേ, സിൽവർ മാത്രം കാഥോഡ് എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് അത് മാത്രം കളക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഡാർക്ക് റൂം. ഡാർക്ക് റൂമിലാണ് നമ്മളെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഡാർക്ക് റൂമിന്റെ പ്ലാനിങ്, അതിന്റെ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ലേ ഔട്ടും ഓർത്ത് വെക്കണേ. സിമ്പിൾ ആണ്, വരയ്ക്കാനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. ഇപ്പൊ ലൊക്കേഷൻ പ്ലാനിങ്ങിൽ വരുന്നതാണ് ലൊക്കേഷൻ. എക്സ്റേ റൂമിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം, ഒരുപാട് ദൂരെ ആവരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പോസ് ചെയ്ത് ഉടനെ തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, ഡെവലപ്പിംഗ് ഒക്കെ ചെയ്യണ്ടേ, അപ്പൊ അടുത്തായിരിക്കണം. സൈസ് എന്ന് പറയുന്നത് അതിന് സഫീഷ്യന്റ് സ്പേസ് ഉണ്ടായിരിക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും നിൽക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം വേണം. അത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുന്നത് 10x10x10, അതായത് 10 മീറ്റർ ലെങ്ത് വേണം, 10 മീറ്റർ വിഡ്ത്ത് വേണം, 10 മീറ്റർ ഹൈറ്റും വേണം. ഓക്കെ, ഫീറ്റ്, മീറ്റർ അല്ല ഫീറ്റ്. ഓക്കെ, 10 അടി നീളം, 10 അടി വീതി, 10 അടി ഹൈറ്റ്. ഓക്കെ, പിന്നെ സാധാ റൂം ആയാൽ പോരാ, ലെഡ് ലൈനിങ് കൊടുത്തിട്ടുണ്ടാവണം, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വേണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആകും. ഓക്കെ, അപ്പൊ റേഡിയേഷൻ ആ റൂമിന്റെ അകത്തേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് വാൾസ് ഒക്കെ ഷീൽഡ് ചെയ്തിട്ടുണ്ടാവണം, ലെഡ് യൂസ് ചെയ്ത്. ഡോർ ഒക്കെ ലെഡ് യൂസ് ചെയ്ത് ഷീൽഡ് ചെയ്തിട്ടുണ്ടാവണം. വാൾ പിന്നെ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് വെച്ചല്ലേ ചെയ്യാം, അപ്പൊ എക്സ്റേക്ക് കോൺക്രീറ്റ് പിയേഴ്സ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഫ്ലോർ വളരെ ഡ്യൂറബിൾ ആയിരിക്കണം, പെട്ടെന്ന് കേടുവരാനൊന്നും പാടില്ല. അതേപോലെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റണം. കാരണം എന്താ, ഈ കെമിക്കൽസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിലത്തൊക്കെ സ്പിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാവണം. സ്ലിപ്പറി ആവരുത്, കാരണം ഇരുട്ടാണ് അതിനകത്ത്. അപ്പൊ എന്തെങ്കിലും നിലത്തായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീണു പോകുന്ന ടൈപ്പ് ആയിരിക്കരുത്, സ്ലിപ്പറി ആവരുത്. പിന്നെ സ്റ്റെയിൻ ആവുന്നതിനും കൊറോഷൻ വരുന്നതിനും, കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുക, അപ്പൊ തുരുമ്പ് പിടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഡെവലപ്പിംഗ് ഏതെങ്കിലും ഏജന്റ് നിലത്തായാൽ അത് അവിടെ കറയായിട്ട് നിൽക്കാനും പാടില്ല. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. ഡ്യൂറബിൾ ആയിരിക്കണം, ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റണം, സ്ലിപ്പ് ആവരുത്, സ്റ്റെയിൻ ആവരുത്, കൊറോഷൻ ആവരുത്. ഓക്കെ, വിൻഡോസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, വിൻഡോസ് കൊടുത്താൽ അതിലൂടെ ലൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വിൻഡോ കൊടുക്കരുത്. എയർ കണ്ടീഷനിങ് ചെയ്യാം. എയർ കണ്ടീഷനിങ് ചെയ്യുന്നത് കെമിക്കൽസ് ഒക്കെ അതിന്റെ ടെമ്പറേച്ചറിൽ ഇരിക്കാനും കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ദെൻ പാസ് ബോക്സ്. പാസ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിലിം പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ കാസറ്റ് ഉണ്ടല്ലോ, കാസറ്റ് തിരിച്ചിടണ്ടേ, അതിനുള്ള ഏരിയ ആണ് പാസ് ബോക്സ്. കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഒരു ചെറിയൊരു വിൻഡോ പോലെ തന്നെ ആയിരിക്കും. നമ്മൾ അതിന്റെ ഉള്ളിലൂടെ ഇട്ട് കഴിഞ്ഞത് ഒരു സൈഡിലൂടെയും ചെയ്യാനുള്ളത് വേറൊരു സൈഡിലൂടെയാവും വരുന്നുണ്ടാകുക. അതാണ് പാസ് ബോക്സ്. എക്സ്റേ റൂമായിട്ട് കണക്ട് ചെയ്യും. ദെൻ ഡോർ ടു ലൈറ്റ് ടൈറ്റ് എക്സ്റേ പ്രൂഫ് റിവോൾവിംഗ് ഡോർ. അതിന്റെ ഡോറിനും ഒരു പിക്ചർ ഉണ്ടായിരുന്നു, അത് ഈ ലേഔട്ടിലില്ല.
ഓക്കെ, എനിവേ 2 ലൈറ്റ് ടൈറ്റ് ആയിട്ടുള്ള ഡോറ്, 2 ഡോർ വേണം എന്ന് പറയുന്നത് സിംഗിൾ ഡോർ ആയിരിക്കും പലയിടത്തും ഉണ്ടാകുക, ബട്ട് ബെറ്റർ 2 ഡോറാണ്. അതായത് മെയിൻ എൻട്രൻസിൽ ഇവിടെ ആയിരിക്കും ഡോറ്. ഓക്കെ, നമ്മൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഇതിലൂടെ വന്ന് എന്നിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ടാകും. എന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഇതാണ് ഹോൾ റൂം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഇപ്പൊ നമ്മൾ ഈ ഡോർ ഇൻ കേസ് തുറന്നാലും ലൈറ്റ് ഇവിടെ വരുള്ളൂ, ഡയറക്റ്റ് ഈ റൂമിലേക്ക് വരില്ല. കാരണം ഈ സൈഡിലാണ് അതിന്റെ ഒറിജിനൽ എൻട്രൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാൾ വരാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇതിലൂടെ പോയി ഇങ്ങനെ വരും. ഓക്കെ, അതാണ് 2 ഡോറ്. ദെൻ എന്ത് ചെയ്തിട്ടുണ്ടാകണം? എക്സ്റേ പ്രൂഫിങ്, ലെഡ് ലൈനിങ് ചെയ്തിട്ടുണ്ടാകണം. റിവോൾവിംഗ് ഡോർ ആണ് നല്ലത്. ദെൻ എൻട്രൻസ് ലൈറ്റ് ടൈറ്റ് വിത്ത് ഇന്റർലോക്ക്ഡ് ഡോർസ്. സേഫ് ലൈറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ് കളർ ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ വാട്ട്സ് ഒരു 10 വാട്ട്സ് അല്ലെങ്കിൽ 15 വാട്ട്സിന് താഴേന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ട ഡിസ്റ്റൻസ്, സേഫ് ലൈറ്റ് ഡിസ്റ്റൻസ് മിനിമം 1.2 meters ബിറ്റ്വീൻ ദ സേഫ് ലൈറ്റ് ആൻഡ് ഫിലിം. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് ഫിലിം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റും ഇതും കൂടെ ഉള്ള ഉയരം ഡിഫറൻസ് എന്ന് പറയുന്നത് 1.2 meter ആണ്. ഓക്കെ, അത് കറക്റ്റ് 1.2 തന്നെ ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ, പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ലൈറ്റ് ഒന്ന് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഡാർക്ക് റൂമിന്റെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇതിന് 2 സൈഡ് ഉണ്ട്, ഡ്രൈ സൈഡും വെറ്റ് സൈഡും ഉണ്ട്. വെറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന കെമിക്കൽസ്, വെറ്റ് ആയിട്ടുള്ളതൊക്കെ വെറ്റ് സൈഡ്, പ്രോസസ്സിംഗ് കെമിക്കൽസ്, ഡെവലപ്പിംഗ് ഏജന്റ്, ഫിക്സിംഗ് ഏജന്റ്, അതൊക്കെ ലിക്വിഡ് അല്ലേ, അപ്പൊ അത്. ദെൻ സ്റ്റിറിംഗ് പാഡിൽസ്, തെർമോമീറ്റർ, സ്റ്റോപ്പ് ക്ലോക്ക്, പ്രോസസ്സിംഗ് ടാങ്ക്, ഇതൊക്കെ വെറ്റ് സൈഡിലാണ് വരുന്നത്. പ്രോസസ്സിംഗ് ടാങ്കിന്റെ അകത്താണ് പ്രോസസ്സിംഗ് കെമിക്കൽ ഉണ്ടാകുക, അത് സ്റ്റിർ ചെയ്യാനുള്ള പാഡിൽസ് അതിനകത്ത് ഉണ്ടാകും. പിന്നെ തെർമോമീറ്ററും സ്റ്റോപ്പ് ക്ലോക്കും ഒക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ, അപ്പൊ അതൊക്കെ ഒരു സൈഡിൽ, വെറ്റ് സൈഡില്. ദെൻ ഡ്രൈ സൈഡിലാണ് ലോഡിംഗ് ബെഞ്ച്, കാസറ്റിന്റെ കോമ്പോണൻസ്. കാസറ്റ് ഇപ്പോൾ ഫിലിം എടുക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തു, എന്നിട്ട് ആ കാസറ്റ് വെക്കുന്ന, അതേപോലെ ഫിലിം ബിന്ന്, റിസർവ് ഫിലിം സ്റ്റോക്ക് ചെയ്യാന്, ബ്രാക്കറ്റ്സ് ഫോർ ഫിലിം, ഹാങ്ങർ, വേസ്റ്റ് പേപ്പർ, അതൊക്കെ ബാസ്ക്കറ്റ് ഒക്കെ ഡ്രൈ സൈഡിലാണ് വരാം. ഹാങ്ങർ, ഡ്രൈയിങ് റാക്ക് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഫിലിം ആണ്. ഫിലിം ഡിസ്കസ് ചെയ്യണോ? കുഴപ്പമില്ല, പിന്നെ വേണമെന്നില്ല മാം, ഞാൻ വായിച്ചോളാം. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും പോർഷൻ, ഇപ്പൊ ഇമൾഷൻ എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ അപ്പൊ പറയുള്ളൂ, ഞാൻ വോയിസോ സ്ക്രീൻ റെക്കോർഡോ ആയിട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫിലിമും പിക്ചർ വരയ്ക്കാം. ദെൻ പിന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ്. അപ്പൊ നമ്മൾ ആദ്യം മാനുവൽ പ്രോസസ്സിംഗ് ആണ് ചെയ്തിരുന്നത്, പിന്നീട് കണ്ടെത്തിയതാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സർ. അതായത് നമ്മൾ ഇതിനകത്തേക്ക് ഫിലിം ഇട്ട് കൊടുത്താൽ മതി, പിന്നെ ഇത് താൻ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈ ഡെവലപ്പറിനകത്തിടും, പിന്നെ ഫിക്സറിലിടും, വാഷിങ്ങിനിടും, ഡ്രൈയിങ്ങിനിടും, നമുക്ക് കളക്ട് ചെയ്യും. അപ്പൊ ഒരു സിസ്റ്റം ട്രാൻസ്പോർട്ട് ചെയ്യാനുണ്ടാകും, പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാകും, സർക്കുലേഷൻ സിസ്റ്റം ഉണ്ട്. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നതാണ്, അജിറ്റേറ്റ് ചെയ്യുന്നതാണ് സർക്കുലേറ്റിംഗ് സിസ്റ്റം, അതുണ്ടാകും. കെമിക്കൽസിന്റെ ചെക്ക് ചെയ്യാൻ റീപ്ലനിഷ്മെന്റ് സിസ്റ്റം ഉണ്ടാകും, ഡ്രയർ സിസ്റ്റം ഉണ്ടാകും. അപ്പൊ ഇവിടെ ഒരാൾ വേണമെന്നില്ല, ഇത് ഓരോന്നിലും ഡിപ്പ് ചെയ്ത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സർ. ഓക്കെ, അപ്പൊ ഇത് സീക്വൻഷ്യലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റ് സീക്വൻസ് ആയിട്ട് ഓട്ടോമാറ്റിക് പ്രോസസ്സർ തന്നെ റൺ ചെയ്യും. ഓക്കെ, 90 seconds എടുക്കുള്ളൂ. അതായത് 90 seconds എന്ന് പറഞ്ഞാൽ 60 seconds, 1 minute, 30 seconds, അപ്പൊ ഒരു 1.5 minute കൊണ്ട് പരിപാടി കഴിയും. ഓക്കെ, ഇനി ഓരോ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ മെയിൻലി റോളേഴ്സ് ആണ്, റോളേഴ്സ്, മൈക്രോ സ്വിച്ച്, പിന്നെ ഒരു ഫീഡ് ട്രേ ഉണ്ടാവും. ആ ട്രേയിലാണ് നമ്മൾ ഫിലിം വെക്കുക, കാസറ്റ് വെക്കുക. അപ്പൊ ഫീഡ് ട്രേ ഉണ്ടാകും, റോളേഴ്സ് ഉണ്ടാവും, റോളേഴ്സ് ആണ് ഇങ്ങനെ കൊണ്ടുപോവുക. ദെൻ മൈക്രോ സ്വിച്ച്, റോളർ അസംബ്ലി, ട്രാൻസ്പോർട്ട് റാക്ക്, ഡ്രൈവ് മോട്ടോർ, വർക്ക് ചെയ്യാൻ ഒരു മോട്ടോർ വേണ്ടേ. അപ്പൊ ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉള്ളത്. ഇനി ഓരോന്നിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ റോളർ അസംബ്ലി ആണ്, അതായത് ഒരുപാട് റോളേഴ്സിനെ നമുക്ക് റോളർ അസംബ്ലി എന്ന് പറയാം. റോളർ അസംബ്ലി ആണ് റോളറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, റോളറിനെ ഗൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. ദെൻ ഫീഡ് ട്രേയിലാണ് നമ്മൾ ഫിലിം ഇറക്കി വെക്കുന്നത്. ഓക്കെ, ഫീഡ് ട്രേയിൽ വെക്കും, പിന്നെ ഈ റോളർ അസംബ്ലി അത് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഫിലിമിന്റെ മൂവ്മെന്റ് പറയാണ്, ട്രാൻസ്പോർട്ട് റോളേഴ്സ് എന്ത് ചെയ്യും,
ഫിലിമിനെ ഗൈഡ് ചെയ്യും. മാസ്റ്റർ റോൾ എന്ത് ചെയ്യും? ഫിലിമിനെ പ്ലാനറ്ററി റോളേഴ്സിലേക്ക് ടേൺ ചെയ്യും. ഓക്കെ. ദെൻ ക്രോസ് ഓവർ റാക്ക് എന്ന് പറയുന്നത് രണ്ട് ടാങ്കിന്റെ ഇടയിൽ മാറ്റാൻ, ഇപ്പൊ ഡെവലപ്പറിന് ഫിക്സർ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ക്രോസ് ഓവർ റാക്ക് ആണ്. ഓക്കെ. പിന്നെ ഇതിനൊക്കെ പവർ കൊടുക്കുന്നത് മോട്ടറാണ്, ഡ്രൈവ് മോട്ടറാണ് ഇതിനൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കുന്നത്. ഓക്കെ. വോൾട്ടേജും പവറൊക്കെ കൊടുക്കുന്നത് ഡ്രൈവ് മോട്ടോറാണ്. ഓക്കെ. ഇതാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യും? നമുക്ക് ഈ ഇതൊക്കെ കെമിക്കൽ ഏജന്റ്സ് അല്ലേ, ഇത് ഡെവലപ്പിംഗ് ഏജന്റ്, ഫിക്സിംഗ് ഏജന്റ്, ഇതൊക്കെ ഒരു പ്രത്യേകം ഒരു ടെമ്പറേച്ചറിന് മുകളിലേക്കോ താഴേക്കോ പോയാൽ ഇതൊക്കെ കേടുവരും. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ആണ്. ഓക്കെ. പിന്നെ സർക്കുലേഷൻ സിസ്റ്റം മെയിൻലി ചെയ്യുന്നത് ഈ കെമിക്കൽസിനൊക്കെ ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്യും, അതായത് ഇങ്ങനെ നമ്മളൊരു വൈബ്രേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു മോഷൻ. ഓക്കെ. അത് ലൈവ് ആയിട്ടിരിക്കാൻ ഇങ്ങനെ ഒരു അജിറ്റേറ്റ് ചെയ്യും. പിന്നെ കെമിക്കൽസിനെ പമ്പ് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് തീരുമ്പോൾ അതിനനുസരിച്ച് പമ്പ് ചെയ്യും. പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യും. അതേപോലെ തന്നെ വാഷ് ടാങ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കെമിക്കൽസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ വെള്ളം സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. റീപ്ലനിഷർ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീപ്ലനിഷർ എന്ന്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? കെമിക്കൽസിനെ റീപ്ലേസ് ചെയ്യാന്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റീപ്ലനിഷർ. ഓക്കെ. അപ്പൊ ഇതെന്ത് ചെയ്യും? തീർന്നു പോയ കെമിക്കൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യും. ഓക്കെ. ഇതാണ് ഈ റീപ്ലനിഷ്മെന്റ് സിസ്റ്റം ആണ് കെമിക്കൽസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ മെഷർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്, തീരുന്നതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റീപ്ലനിഷ്മെന്റ് സിസ്റ്റം ആണ്. അതിനകത്ത് എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്? റീപ്ലനിഷർ ടാങ്ക് ഉണ്ട്, റീപ്ലനിഷർ ഫിൽട്ടർ ഉണ്ട്, റീപ്ലനിഷർ പമ്പ് ഉണ്ട്. നമുക്ക് ഇതിന്റെ റീപ്ലനിഷ്മെന്റിന്റെ റേറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഡ്രയർ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ബ്ലോവറും ഹീറ്ററും ഡ്രൈയിങ് ട്യൂബ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് നെഗറ്റീവ് എയർ പ്രഷർ ആയിരിക്കും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫിലിമിന്റെ മുകളിലേക്ക് ഇത് ജസ്റ്റ് നമ്മൾ മാനുവലി ഡ്രൈയിങ് ചെയ്യുമ്പോൾ അതാക്കുന്ന പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? ഫിലിമിന്റെ മുകളിലേക്ക് ഹീറ്റ് എയറിനെ അടിക്കും, ബ്ലോ ചെയ്യും. ഓക്കെ. അപ്പൊ ഫിലിം ഡ്രൈ ആയിക്കോളും. ഓക്കെ. ഇതൊക്കെയാണ് ഡ്രയർ സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ. ഇനി ലാസ്റ്റത്തത് മാനുവൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓട്ടോമാറ്റിക് അല്ലേ. ഇനി മാനുവൽ പ്രോസസ്സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിലോ, നമ്മൾ ഒരാൾ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് ഉണ്ട്, റിൻസിങ്, ഫിക്സിങ്, വാഷിങ്, ഡ്രൈയിങ്. ഡെവലപ്പിംഗ് ഞാൻ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാറ്റന്റ് ഇമേജിൽ നിന്ന് വിസിബിൾ ഇമേജ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഡെവലപ്പിംഗ്. അതിലെന്താ സംഭവിക്കുന്നത്? AG+നെ മെറ്റാലിക് സിൽവറായി AG ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. ഇനി ഏജന്റ്സ് ഒക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഡ്രോക്വിനോൺ, ആക്ടിവേറ്റർ, റെസ്ട്രെയിനർ, പ്രിസർവേറ്റീവ് ഒക്കെ. റിൻസിങ് നോക്കാം. ഡെവലപ്പിംഗ് കഴിഞ്ഞ ഫിലിം നമ്മൾ പിന്നെ ഡിപ്പ് ചെയ്യുന്നത് റിൻസിങ്ങിലാണ്. അപ്പൊ റിൻസിങ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും സോല്യബിൾ കെമിക്കൽസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഓക്സിഡേഷൻ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് റിൻസിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഡെവലപ്പിംഗ് ഏജന്റ് ഒരു ആൽക്കലൈൻ ഏജന്റ് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ്ലി ആൽക്കലൈൻ ആയാലും നമുക്കൊരു ഫിലിമിനെ ഒരു ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യുന്നതാണ് റിൻസിങ്. ഓക്കെ. അപ്പൊ അതുവഴി ഫോഗ് ഉണ്ടാകുന്നതും റിമൂവ് ആകും. ഓക്കെ. അപ്പൊ റിൻസിങ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് റിൻസിങ് ചെയ്യുന്നത്. റിൻസിങ് നമ്മൾ ജസ്റ്റ് നോർമൽ വാട്ടർ വെച്ചിട്ടാണ് റിൻസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി റിൻസിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഫിക്സിങ്. അതിന് മുന്നത്തെ ആ ബ്ലോവർ അതെനിക്ക് മനസ്സിലായില്ല, അവിടെ ഒന്ന് പറഞ്ഞുതരുമോ? അവിടെ ഞാൻ കേട്ടില്ല. അതെയോ? ബ്ലോവർ ഓക്കെ. അത് നമ്മൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ പറയുന്നതാണ് ഡ്രയർ സിസ്റ്റം. ഇപ്പൊ മാനുവൽ പ്രോസസ്സിംഗിൽ ഡ്രൈയിങ് ഇല്ലേ, അതേപോലെ ഓട്ടോമാറ്റിക് ഫിലിം പ്രോസസ്സറിലും എന്തുണ്ട്? ഡ്രയർ സിസ്റ്റം ഉണ്ട്. ഈ ഡ്രയർ ആണ് ഫിലിമിനെ ഡ്രൈ ചെയ്തെടുക്കുന്നത്, ബ്ലോയിങ്ങും ഹീറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. ഹോട്ട് എയറിനെ ഫിലിമിന്റെ മുകളിലേക്ക് ബ്ലോ ചെയ്യും, അപ്പൊ ഫിലിം എന്താകും? ഡ്രൈ ആകും. ഓക്കെ. പിന്നെ ഫിലിമിൽ മോയ്സ്ചർ ഉണ്ടായാൽ ആർട്ടിഫാക്ട് വരും, സ്മഡ്ജ് ആർട്ടിഫാക്ട് ഒക്കെ വരും. അപ്പൊ ആ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നതും ഡ്രൈയിങ് സിസ്റ്റം ആണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് ചെയ്യുമ്പോൾ മോയ്സ്ചർ അബ്സോർബ് ആയി പോവുമല്ലോ. ഓക്കെ. ഇനി മാനുവൽ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാ വരുന്നതെന്ന്. അതിൽ ഡെവലപ്പിംഗ് ഉണ്ട്, റിൻസിങ് ഉണ്ട്, ഫിക്സിംഗ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്, ഡ്രൈയിങ് ഉണ്ട്.
ഡെവലപ്പിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, അപ്പൊ അത് പറയണ്ടല്ലോ. വേണ്ട. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് റിൻസിങ്ങിലേക്ക് പോവാം. റിൻസിങ്ങിൽ നമ്മൾ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്, വേറെ ഏജന്റ് ഒന്നും ഇല്ല അതിനകത്ത്, ജസ്റ്റ് കോമൺ വാട്ടർ. അപ്പൊ ഫിലിം എന്ത് ചെയ്യും, ഡെവലപ്പറിന് എടുത്തിട്ട് ഈ റിൻസിങ് ഏജന്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, എന്തെങ്കിലും വേറെ കെമിക്കൽസ്, സോലബിൾ കെമിക്കൽസോ ഓക്സിഡേഷൻ പ്രൊഡക്ട്സോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആയിക്കോളും. അപ്പൊ അതുവഴി ഫോഗ് ഉണ്ടാകുന്നതും റിമൂവ് ആകും. ശരിക്കും നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഡെവലപ്പിംഗ് ഏജന്റിലുള്ള ഹൈഡ്രോക്വിനോൺ എന്നൊക്കെ പറയുന്നത് ആൽക്കലൈൻ ആണ്. അപ്പൊ ഫിലിമിന്റെ ആ ഒരു pH നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നത്. ഓക്കെ, മാം ഈ റിൻസിങ്ങും ഡെവലപ്പിംഗും ഒക്കെ എത്ര സെക്കൻഡ്, എത്ര ടൈം ഉണ്ടോ? റിൻസിങ് ടൈം കുറവാണ്, ഡെവലപ്പിംഗ് ആണ് കുറച്ചുകൂടെ ടൈം ഉണ്ടാവും. മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. 1 സെക്കൻഡ്. ഡെവലപ്പിംഗ് ഒരു 5 മിനിറ്റ്സ് ഒക്കെ എടുക്കും. റിൻസിങ് ജസ്റ്റ് അര മിനിറ്റ് 30 സെക്കൻഡ് എടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫിക്സിങ് ഡെവലപ്പിംഗ് പോലെ തന്നെ ഒരു വീണ്ടും 5 മിനിറ്റ്സ് എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഫിക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇമേജിനെ ഫിലിമിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഇമേജ് ഫെയ്ഡ് ആയി പോവാണ്ട് അതിലേക്ക് പെർമനന്റ്ലി ഫിക്സ് ചെയ്യുന്ന, റെൻഡർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫിക്സിങ്. അപ്പൊ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസിനെ റിമൂവ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സിൽവറിന് എന്ത് ചെയ്യുന്നത്, റീകവർ ചെയ്യുന്നത്. ഫിക്സിംഗ് ഏജന്റ് റീകവർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഫിക്സിംഗ് സൊല്യൂഷനിൽ എന്തുണ്ടാകും, ഫിലിമിൽ നിന്ന് അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡിനൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ഫിക്സിംഗ് സൊല്യൂഷനിൽ കിടപ്പുണ്ടാകും. ഓക്കെ, ഇനി ഫിക്സിംഗ് ഏജന്റിന്റെ കോമ്പണൻസ്. മെയിൻ ഏജന്റ് സോഡിയം തയോസൾഫേറ്റ് അല്ലെങ്കിൽ അമോണിയം തയോസൾഫേറ്റ്. ഓക്കെ, ഇതാണ് സിൽവർ അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസിനെ റിമൂവ് ചെയ്യുന്നത്. പിന്നെ ഒരു ഹാർഡനർ ഉണ്ടാകും, പൊട്ടാസ്യം ആലം. ഇതെന്ത് ചെയ്യും, ആ ഇമൾഷൻ ഒന്ന് ഹാർഡൻ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വാഷിങ്ങും ഡ്രൈയിങ്ങും അല്ലേ, അപ്പൊ അതിൽ ഷ്രിങ്കേജ് ആവാണ്ടിരിക്കാൻ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡനർ ഉണ്ടാകും. പിന്നെ ഒരു പ്രിസർവേറ്റീവ് ഉണ്ടാവും, സോഡിയം സൾഫേറ്റ്. നമ്മൾ ഇതിലുള്ള ഡെവലപ്പറിലുള്ള പോലെ തന്നെ ഇവിടെ പ്രിസർവേറ്റീവ് സോഡിയം സൾഫേറ്റ് ഉണ്ട്. ദെൻ ഇവിടെ എന്തിനാണ് പ്രിസർവേറ്റീവ്, ഫിക്സിംഗ് ഏജന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, ഫിലിമിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല. ഫിക്സിംഗ് ഏജന്റ് ഉണ്ടല്ലോ സോഡിയം തയോസൾഫേറ്റ്, അത് രണ്ടും ഇപ്പൊ സോഡിയം വേറെയും തയോസൾഫേറ്റ് വേറെയും ആകാതെ ഡീകമ്പോസ് ആയി പോവാണ്ട് നോക്കാനും ആ ഒരു കെമിക്കൽ ബാലൻസ് പ്രൊട്ടക്ട് ചെയ്യാനാണ് പ്രിസർവേറ്റീവ്. പിന്നെ ഒരു ബഫർ ഉണ്ടാവും, ഇത് അസിഡിക് ആണല്ലോ, സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പൊ ആ ഒരു ബഫർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു അസറ്റേറ്റ് ഉണ്ടാകും. ദെൻ സീക്വസ്റ്ററിംഗ് ഏജന്റ് ഉണ്ടാവും, ബോറിക് ആസിഡ് അല്ലെങ്കിൽ ബോറിക് സോൾട്ട്. ഇത് ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നത് എന്തിലാണ്, വെള്ളത്തിലാണ്. അപ്പൊ വെള്ളമാണ് സോൾവെന്റ്. ഓക്കെ, ഇനി വാഷിംഗ് ഈസ് എസെൻഷ്യൽ ടു റിമൂവ്. ഇനി ഇതിൽ എന്തെങ്കിലും ഫിക്സിംഗിൽ ഇട്ടത് കൊണ്ട്, ഇപ്പൊ ഫിക്സിംഗ് സൊല്യൂഷനിൽ എന്തെങ്കിലും റെസിജ്വൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സോഡിയം തയോസൾഫേറ്റ് ഉണ്ടെങ്കിൽ, അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഷിംഗ് ചെയ്യുന്നത്. ഇതിനും നമ്മൾ റണ്ണിങ് വാട്ടർ, സാധാ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 20 മിനിറ്റ്സ് എടുക്കും. ഓക്കെ, അത്യാവശ്യം നല്ലോണം സമയം എടുക്കും. ദെൻ ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ, ഇപ്പോ ഈ ഒരു പോയിന്റ് വേണ്ട, നമ്മൾ മാനുവൽ പ്രോസസ്സിംഗ് അല്ലേ പറയുന്നത്. ഇനി നമ്മൾ വാഷിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല, പെട്ടെന്ന് ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് എടുത്തു, ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ എടുത്ത് ഡ്രൈ ചെയ്യാൻ കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുക, അത് ഹൈപ്പോ റിട്ടൻഷൻ സംഭവിക്കും. അതായത് ഫോഗിങ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ബ്ലാക്ക് മെറ്റാലിക് സിൽവർ എന്താകും, ബ്രൗൺ ആകും, സിൽവർ സൾഫൈഡ് ഒക്കെ ഫോം ചെയ്യും. അപ്പൊ ഇൻകംപ്ലീറ്റ് വാഷിംഗ് ചെയ്യരുത്, കംപ്ലീറ്റ് ടൈം കൊടുത്ത് വാഷിംഗ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈയിങ്. ഇത് നമ്മൾ അഗെയിൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ പോലെ തന്നെ മോയ്സ്ചർ റിമൂവ് ചെയ്യാനുള്ളതാണ് ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ അതൊന്ന് ഹീറ്റ് ചെയ്ത് ഡ്രൈ ആക്കും. ഓക്കെ, ഇത് 3 രീതിയിൽ ചെയ്യാം. ഓപ്പൺ എയർ ഡ്രൈയിങ് ചെയ്യാം, ഹോട്ട് എയർ ഡ്രൈയിങ്, ക്യാബിനറ്റ്സ് യൂസ് ചെയ്യാം, ദെൻ വെറ്റിംഗ് ഏജന്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ എയർ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 35 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചറിൽ ഈ ഫിലിമിനെ ഡ്രൈ ചെയ്യുന്നതാണ് ഓപ്പൺ എയർ ഡ്രൈയിങ്. അല്ലെങ്കിൽ നമുക്ക് ക്യാബിനറ്റ്സ് യൂസ് ചെയ്യാം. ക്യാബിനറ്റിന്റെ അകത്ത് ഫാൻ ഉണ്ടാകും, ഒരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടാകും. അപ്പൊ ആ ഹീറ്റിംഗ് എലമെന്റിൽ നിന്ന് ചൂട് വരും, അങ്ങനെയും ഡ്രൈ ചെയ്യാം.
ഓക്കെ, വാം എയർ വരും. അപ്പൊ അങ്ങനെ ഡ്രൈ ചെയ്യാം. വെറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് ഈ ഡ്രൈയിങ് ടൈം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. ഫോട്ടോ ഫ്ലോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം. അപ്പൊ ഇതെന്ത് ചെയ്യും, പെട്ടെന്ന് ഡ്രൈ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വാട്ടർ ഇവാപറേഷൻ കൂടിക്കോളും. ഓക്കെ, പെട്ടെന്ന് വാട്ടർ ഇതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് പെട്ടെന്ന് എയർ ആയിട്ട് വാപ്പർ ആയിട്ട് മാറിയാൽ നമുക്ക് ഡ്രൈയിങ് ടൈം റെഡ്യൂസ് ചെയ്യാലോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ മാനുവൽ പ്രോസസ്സിംഗ്? ഇത് കുറച്ചുകൂടെ പഠിക്കാൻ സിമ്പിൾ അല്ലേ ഈ ഒരു ടോപ്പിക്? ഒന്നുകൂടെ ഓർമ്മ നിൽക്കുന്നില്ലേ? എനിക്ക് ഒട്ടും അറിയാത്ത ഭാഗമാണ്. അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ, വരച്ചിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ എഴുതി അങ്ങനെയൊക്കെ ഫ്ലോ ചാർട്ട് പോലെയൊക്കെ എഴുതിയിട്ടൊക്കെ പഠിച്ചാൽ മതി. അപ്പൊ ഒന്നുകൂടെ ഓർമ്മ നിന്നോളൂ. ഓക്കെ, ഫിലിമും കാസറ്റ് ഒന്നും കുഴപ്പമില്ല. ഈ പ്രോസസ്സിംഗ് ആണോ പ്രശ്നം? അതോ ഈ ഗ്രാഫ് ഒക്കെ വരുന്നതാണോ? കർവ്, പിന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സറും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. എന്നിട്ടും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നോട്ട്സ് കൂടെ ചെയ്തുതരാം. ഓക്കെ, ഇതിൽ 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ റിമൈനിങ് ആണ്. എക്സ്റേ ഈ സിൽവർ പേപ്പർ നോക്കിയില്ല ഞാൻ. ഹലോ, ടൈം കഴിഞ്ഞോ? ഹലോ മാം. ഇല്ല കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ടൈം എടുത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞ, അപ്പൊ കുറച്ച് ടൈം എടുത്ത് മനസ്സിലാക്കി പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ഈ വീക്കും കൂടെ നമുക്ക് പേപ്പർ 2 ഇരിക്കാം. എന്നിട്ട് പൊസിഷനിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. പിന്നെ ലാറ്റന്റ് ഇമേജ് ഫോർമേഷൻ ആണ് ബാക്കിയുള്ളത്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ AGBR ക്രിസ്റ്റൽസ് അതിൽ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഫിലിമിനകത്ത് എക്സ്റേ ഇന്റൻസിഫൈങ് സ്ക്രീൻ ലൈറ്റ് ആക്കി മാറ്റും. ആ ലൈറ്റ് ഫിലിമിൽ വീഴുമ്പോ എന്താ സംഭവിക്കുന്നത്, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാം കൂടെ ഇന്ന് പറഞ്ഞാൽ ഇനി അത് കൺഫ്യൂഷൻ ആവും. ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സറിന് വേറെ പിക്ചർ ഉണ്ട് മാം. കുറെ ബെയറിംഗ്സ്, കുറെ റൗണ്ട് ഒക്കെ ആയിട്ട് കുറെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ വരുന്നതാണോ? നമുക്ക് ഏറ്റവും നല്ല റെഫറൻസ് തായ്ലൻഡിൽ നിന്ന് എടുത്ത റെഫറൻസ് ആണ്. ഇതന്നെ ചെയ്തോളൂ. ഓക്കെ, ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. റീപ്ലനിഷ്മെന്റ് സിസ്റ്റം എല്ലാത്തിലേക്കും പോകുന്നുണ്ട്. കാരണം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണ്ട റീപ്ലനിഷർ. അപ്പൊ അത് അങ്ങനെ പോകുന്നുണ്ട്. സർക്കുലേഷൻ സിസ്റ്റം ഡെവലപ്പറും ഫിക്സറിലും ഇത് രണ്ടിലും ചെയ്യുന്നുണ്ട്. വാട്ടർ സിസ്റ്റം പിന്നെ നമുക്ക് ഫിക്സിങ്ങിനും വാഷിങ്ങിനും വേണ്ടുള്ള. അപ്പൊ അതിൽ ഇത് മാത്രം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇതൊരു തവണ വരച്ചാൽ ഈസി ആകും. ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയി തോന്നുന്നുണ്ടെങ്കിലും ഒറ്റ തവണ വരച്ചാൽ അത് നമുക്ക് മനസ്സിലാവും.